ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു ട്രെൻഡാണ് ഞങ്ങൾ ഫീൽഡിൽ കാണുന്നത്. കാരണം പോളിംഗ് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിലും പഴയതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആളുകളുടെ ഒരു ഉത്സാഹം നമുക്ക് വളരെ അനുകൂലമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ്. സാഹചര്യങ്ങളും വളരെ പോസിറ്റീവാണ്. ഞങ്ങൾക്കൊരു നെഗറ്റീവ് ഫാക്ടറി തെരഞ്ഞെടുപ്പിലേ ഇല്ല. അതേസമയം ഈ പോളിങ്ങിൻ്റെ ഡേറ്റിലാണ് ശ്രീ ജയരാജനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു കുറ്റവിചാരണ നടക്കുന്നത്. അതെനിക്ക് തോന്നുന്നത് പണ്ട് ഇവിടെ നെയ്യാറ്റിൻകരയിലെയും പിറവത്തെയും ബൈ ഇലക്ഷൻ നടന്ന സമയത്ത് ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ വി എസ് അച്യുതാനന്ദൻ പോയതുപോലെയുള്ള ഒരു നെഗറ്റീവ് ട്രെൻഡാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്നത്. നിലവിൽ പോളിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് വന്നാൽ സാധാരണഗതിയിൽ ഒരു ഇതുണ്ട് ട്രെൻഡ്, പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ അത് UDF-നെ വെട്ടിലാക്കുമെന്നൊക്കെ. അതൊക്കെ ഒരു പഴങ്കഥയാണോ അതോ ഇപ്പോഴും അതൊക്കെ ഈ പഴംപുരാണം പറയുന്ന ആളുകൾ പറയുന്നത്. അതിൽ നിന്നൊക്കെ സാഹചര്യങ്ങൾ വളരെ പോയി. ഇപ്പോൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിലും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്, ഓരോ പ്രദേശത്തും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. പെർസെൻറ്റേജ് മാത്രമല്ല, അങ്ങനെ പെർസെൻറ്റേജ് പറയുന്നതിനുള്ള പഴയ കാരണം CPM ഇടതുപക്ഷവും അവരുടെ വോട്ടെല്ലാം ചെയ്യും. പിന്നെ കൂടിയാലും കുറഞ്ഞാലും അത് ഞങ്ങളുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള പഴയ സമ്പ്രദായവും പഴയ ചിന്താഗതിയാണ്. അതൊക്കെ കാലഹരണപ്പെട്ടു പോയി. മാത്രമല്ല, ഇപ്പോഴത്തെ പോളിംഗ് പെർസെൻറ്റേജ് ഒട്ടും മോശമല്ല. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 69-70 വരികയല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വീട്ടിലോട്ടും ബാക്കി ഡിസേബിൾസിൻ്റെ വോട്ടും പ്ലസ് പോസ്റ്റൽ വോട്ടും കൂടെ കൂടുമ്പോൾ അത് 70-72 മേളിലോട്ട് വരുമല്ലോ. അപ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് ഒരു കുറവുണ്ടാകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ ഒരു വോട്ടർ പട്ടികയ്ക്കകത്തുള്ള ആക്ച്വൽ സ്ട്രെങ്ത്തും വോട്ടർ പട്ടികയിലെ സ്ട്രെങ്ത്തും രണ്ടും രണ്ടാണ്. ആക്ച്വൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ സത്യം പറഞ്ഞാൽ പുറത്ത് പോയവർ, അങ്ങനെയുള്ള ആളുകളുണ്ട്, പഠിക്കാൻ പോയ ആളുകളുണ്ട്, വിദേശത്ത് പോയവരുണ്ട്, അങ്ങനെ കുറേ ആളുകൾ ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട്. അത് നമ്മൾ പെർസെൻറ്റേജിൻ്റെ കണക്കിൽ കൂട്ടാൻ പറ്റില്ല. കാരണം അവർ ആ പോളിംഗ് നടക്കുന്ന ദിവസം സ്ഥലത്തേ ഇല്ലാത്തവരാണ്, ആ സമയത്തും ഇല്ലാത്തവരാണ്, പക്ഷേ വോട്ടർ പട്ടികയിൽ പേരുണ്ട്. അതുകൊണ്ട് ആ പെർസെൻറ്റേജിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് പഴയ ഒരു ചിന്തയാണ്. ആ ചിന്ത ഈ ആധുനിക കാലത്ത് നടക്കാനും പോകുന്നില്ല. EP ജയരാജൻ സർക്കാരിനെ, പ്രത്യേകിച്ച് പിണറായി വിജയനെ അടക്കം വെട്ടിലാക്കി എന്നുള്ളതാണോ? അത് കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ സഹായിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ EP ജയരാജനെ കുറിച്ച് ഞാൻ ഒരു പരാമർശവും നടത്തുന്നില്ല. കാരണം അദ്ദേഹത്തിന് പ്രത്യേകമായ ചില സ്വഭാവങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുപ്പങ്ങളുണ്ട്, അടുപ്പക്കുറവുകളുണ്ട്, അത് വേറെ പ്രശ്നം. പക്ഷേ ഇന്നത്തെ ദിവസം എന്തിനാണ് CPM അതൊരു വിവാദമാക്കിയത്? അപ്പം EP ജയരാജനെ കൂടെ ഉന്നം വെച്ചുകൊണ്ട് ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് പാർട്ടിക്കകത്തെ വിഭാഗീയതയുടെ ബഹിർസ്ഫുരണമായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അത് അവരുടെ പാർട്ടിയിൽ തീരട്ടെ, ഞങ്ങളെന്താ അതിനകത്ത് കക്ഷി കയറി പിടിക്കുന്നത്? അതുകൊണ്ട് സ്വാഭാവികമായും അവരുടെ പാർട്ടിക്കകത്ത് വലിയ തർക്കങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒരു ചെറിയ അവസരം കിട്ടിയാൽ ഒരാളിനെ വെട്ടി മറ്റൊരാളിന് മേളിൽ വരാനുള്ള വലിയ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത് ഓട്ടോറിക്ഷ കുതിച്ചു പായോ? ഉറപ്പല്ലേ. ഇവിടെ ഡബിൾ സ്പീഡിൽ പോകും, ഒരു സ്പീഡല്ല, ഡബിൾ സ്പീഡിൽ. ആ കാണിക്കുന്നത് രണ്ടിലെയാണെന്ന് തെറ്റിദ്ധരിക്കും. ഇല്ലില്ല, ഒരു കുഴപ്പമില്ല. അത് പോയി. അത് ചീരയിലയാണ്, ചുവന്നയില. അത് പച്ചലയല്ല, ചീരയിലയാണ്. അതിൻ്റെയൊക്കെ സാഹചര്യങ്ങൾ മാറിയല്ലോ. അതൊക്കെ ഇലക്ഷന് മുമ്പ് പറയേണ്ടതായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷനിലോട്ട് വരാം. ആ കാൽക്കുലേഷനിൽ ഐക്യജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും.